വോട്ടിംഗ് മെഷീന് മുന്നിൽ വഴിമാറി നടന്ന ബാലറ്റ് പെട്ടി മുതൽ സൈക്കിളിൽ വോട്ട് പ്രചരണത്തിന് ഉപയോഗിച്ച മെഗാഫോൺ വരെ നീളുന്ന പുരാവസ്തു ശേഖരത്തിലൂടെ കൗതുക കാഴ്ചയൊരുക്കുകയാണ് കോഴിക്കോട് പൊറ്റമ്മലിലെ മാണിക്കോത്ത് ശിവദാസൻ. നാം കേട്ടറിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് നമ്മെ നേരിട്ടെത്തിക്കുന്ന പുരാവസ്തു ശേഖരത്തെക്കുറിച്ച് രേഷ്മ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. ഇത്തരമൊരു സാമഗ്രി നമ്മുടെ ജെൻസി തലമുറ കണ്ടിട്ടുണ്ടാവില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണ് നമ്മൾ ഇത്തരമൊരു മെഗാഫോൺ എവിടെയാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത്. 1990 മുതൽ രാജ്യം പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയതോടെ തഴയപ്പെട്ട ബാലറ്റ് പെട്ടികളെ മലപ്പുറത്തെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് ശിവദാസൻ അന്ന് വാങ്ങിവെച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി, പ്രചരണത്തിനുപയോഗിച്ച മെഗാഫോൺ, കല്ലച്ച്, ചിഹ്നങ്ങൾ തുടങ്ങി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സാമഗ്രികൾ പൊറ്റമ്മലിലെ എം ശിവദാസന്റെ ശേഖരത്തിലുണ്ട്. എൻ്റെ അടുത്ത് അത്യാവശ്യം ഒരുവിധം കളക്ഷനൊക്കെ ഉണ്ട്. കുപ്പി 40 ലിറ്റർ 40 കുടം, മൺകുടം ഉണ്ട്. 225 കൊല്ലം പഴക്കമുള്ള ഒരു ആധാരത്തിൻ്റെ തോലിലെഴുതിയാണ്. കൽക്കത്തയുള്ള, കോഴിക്കോടിലല്ല. അപ്പോൾ തൂക്കക്കല്ലുകൾ, പിന്നെ പെട്രോൾ മാക്സ്, അത് ഇലക്ഷൻ സംബന്ധിച്ച് പെട്രോൾ മാക്സും ഈ ലൈറ്റും ഒക്കെ ഇതിൽപ്പെട്ടവരാണ്. നഗരത്തിൽ ഹോട്ടൽ നടത്തുന്ന ശിവദാസൻ കഴിഞ്ഞ 10 വർഷമായി പുരാവസ്തുക്കൾക്ക് പിന്നാലെയുണ്ട്. പഴയകാല വീട്ടുപകരണങ്ങൾ, നാണയങ്ങൾ, നോട്ടുകൾ, കുപ്പികൾ, പാത്രങ്ങൾ തുടങ്ങി പുതിയ തലമുറ കേട്ടുകേൾവിയില്ലാത്ത ചരിത്രശേഷിപ്പുകളുടെ കൂടാരമായി തന്റെ വീടിനെ മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടത്തിന് അവസരമൊരുക്കുകയാണ് മാണിക്കോത്ത് ശിവദാസൻ ചേട്ടൻ. പുതുതലമുറയ്ക്ക് ഇതൊരു ചരിത്ര പഠനത്തിനുള്ള ഇടം കൂടിയാണ്. ദീപു മാന്നാറിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്.